+2 ബോർഡ് എക്സാമിന്റെ തിരക്കിൽ CUET നോട്ടിഫിക്കേഷൻ വന്നത് അറിയാതെ പോകരുത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 22 വരെയാണ്. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾക്ക് CUET വെബ്സൈറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ CUET.nta.nic.in എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഈ വെബ്സൈറ്റിലേക്ക് ലീഡ് ചെയ്യും. CUETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. നിങ്ങൾ ഈ പേജിൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായി CUET 2025 രജിസ്ട്രേഷൻ എന്നുള്ളൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ 3 സെക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കുട്ടി മസ്റ്റായിട്ടും മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് സ്റ്റേജിൽ അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു തുടങ്ങാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രെഡൻഷ്യൽസും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താനുള്ള വിൻഡോ ഓപ്പൺ ആവും. അതിനുശേഷം നിങ്ങൾ മസ്റ്റായും നിങ്ങളുടെ കൺഫർമേഷൻ പേജ് സക്സസ്ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാം. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഒരു 8 MB ഫയലാണ്, PDF ഫയലാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കാണാം. ഇതാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റിൽ തന്നെ ലാസ്റ്റായി എത്ര സ്റ്റെപ്പുകളുണ്ടെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ ഫേസിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ന്യൂ രജിസ്ട്രേഷൻ. ഒരു കുട്ടി ആദ്യമായി CUET വെബ്സൈറ്റിൽ കയറുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ന്യൂ രജിസ്ട്രേഷൻ ആണ്. ഇത് ചെയ്യുന്നതിന് മുൻപ്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പേജിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഫീസ് ഡീറ്റെയിൽസ്, നിങ്ങൾ പേ ചെയ്യേണ്ട ഫീസ് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. പ്രധാനമായും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും. മസ്റ്റായി നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഏതെങ്കിലും ബുക്കിൽ നിങ്ങൾ അത് എഴുതി വയ്ക്കുക. ഇത് കൂടാതെ നിങ്ങൾ ഓൾറെഡി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് മസ്റ്റ് ബി 8 to 13 ക്യാരക്ടർ ലോങ്. നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വയ്ക്കുക, 8 മുതൽ 13 ക്യാരക്ടർ ലെങ്ത് ഉള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. അതിൽ അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ആൽഫബറ്റ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 ലോവർ കേസ് ആൽഫബറ്റ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 ന്യൂമറിക് വാല്യൂ ഉണ്ടായിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 സ്പെഷ്യൽ ക്യാരക്ടർ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ആദ്യം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫ്രെയിം ചെയ്തു വയ്ക്കുക. അടുത്തതായി നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. അത് 10 KB to 200 KB സെറ്റ് ചെയ്യുക. അത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇതുപോലെ തന്നെ സ്കാൻ ചെയ്യുക. ഇത് 10 KB to 50 KB സൈസിൽ സെറ്റ് ചെയ്യുക. ഇത് രണ്ട് ഫയലുകളും സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സ് ഓഫ് യുവർ നെയിം, നിങ്ങളുടെ പേരിൻ്റെ ആദ്യ 2 ലെറ്റർ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഡോക്യുമെന്റ് സേവ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നിങ്ങളുടെ പേയ്മെന്റ് ആണ്. അതിനു വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ഓപ്ഷൻസ് നിങ്ങളുടെ രീതി നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ, ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ എന്തായാലും അത് നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഈ പേജിൽ തന്നിരിക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള പേജിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന ഒരു പേജാണിത്. ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID-യും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാലിഡ് മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ
ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ഓൾറെഡി എൻ്റർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിൽ എഡിറ്റിംഗ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അല്ല, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരു OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിക്കും. അതിനുശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ സക്സസ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് സെലക്ട് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ, അതായത് നമ്മൾക്ക് 5 സബ്ജക്റ്റുകളാണ് 2025 CUET UGക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അതിൽ ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷ്, 3 ഡൊമൈൻസ്. ഓരോ കുട്ടികളും അവരുടെ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക. CUETയുടെ സബ്ജക്ട് സെലക്ഷന് ശേഷം അടുത്തതായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ 10th മാർക്കും 12th എക്സാം സ്റ്റാറ്റസും ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റിന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിങ്ങൾക്ക് ഫില്ല് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പായ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പേജിൽ നിങ്ങൾ ലാൻഡ് ചെയ്യും. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ സബ്ജക്ട് സെലക്ഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം ഒരു വട്ടവും കൂടി നിങ്ങൾക്ക് ഇവിടെ ഈ പേജിൽ റിവ്യൂ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ നോട്ടീസ് വരും. ആ കൺഫർമേഷൻ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാം ക്രൈറ്റീരിയയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. അടുത്തതായി നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന പേജ് നിങ്ങളുടെ ഇമെയിൽ ID വെരിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID എൻട്രി ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം അടുത്തതായി നിങ്ങളുടെ ഫീ പേയ്മെന്റ്, നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ പ്രിഫേർഡ് പേയ്മെന്റ് മെത്തേഡ് ആ രീതിയിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഫർദർ പ്രൊസീഡ് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു കൺഫർമേഷൻ പേജ് ആണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ കൺഫർമേഷൻ പേജ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേഫായി സൂക്ഷിക്കുകയോ ഒരു പ്രിന്റ് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീണ്ടും റിവ്യൂ ചെയ്യാവുന്നതാണ്. ഇത്രയും പ്രൊസീജിയറുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഏത് സമയത്ത് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.